നമസ്കാരം. ഇന്നലെ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ നന്ദി പ്രസംഗത്തിൽ അദ്ദേഹം കോൺഗ്രസിനെ കടന്നാക്രമിച്ചത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഈ ഒരു പ്രസംഗത്തിനിടയിൽ മോദി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 370 സീറ്റുകൾ നേടുമെന്നുള്ള ഒരു പ്രവചനം കൂടി മോദി നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും മോദിയുടെ ഈ പ്രവചനത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 370 സീറ്റിലെങ്കിലും ജയിക്കുമെന്നും ദേശീയ ജനാധിപത്യ സഖ്യം അഥവാ NDA 400 സീറ്റ് കടക്കുമെന്നും ബജറ്റ് സമ്മേളനത്തിനിടെ തിങ്കളാഴ്ച പാർലമെന്റിൽ മോദി ഒരു പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെ ആകെ വിറളി പിടിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ, അധിർ രഞ്ജൻ ചൗധരി, നാഷണൽ കോൺഫറൻസിന്റെ MP ആയ ഫറൂഖ് അബ്ദുള്ള, RJDയുടെ MP ആയ മനോജ് ഝാ എന്നിവരാണ് മോദിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും മോദി ഇത്തരത്തിലൊരു കണക്ക് പറഞ്ഞതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം മാത്രമല്ല, മറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ താൻ എന്താണ് ഈ രാജ്യത്തിന് നൽകിയത് എന്ന ഒരു പൂർണ്ണ ബോധ്യം നരേന്ദ്രമോദിക്ക് ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഓരോന്നും പാലിച്ചുകൊണ്ട് അതിർത്തി പ്രദേശങ്ങളിൽ പോലും വികസനം എത്തിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയായി ഇന്ത്യയെ വളർത്തിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള പങ്ക് ചെറുതല്ല. അതേസമയം തന്നെ പതിറ്റാണ്ടുകൾ രാജ്യം ഭരിച്ച മുത്തശ്ശി പാർട്ടി ഇന്ന് കാണുന്ന നിലയിലേക്ക് തകർന്ന് തരിപ്പണമായത് അല്ലെങ്കിൽ അധപ്പതനത്തിന് കാരണമായതിന് പിന്നിൽ അഴിമതിയും അധികാര വടംവലിയുമാണ് എന്നും നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണല്ലോ ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് പാർട്ടി ഏറ്റവും കുറവ് സീറ്റുകളിൽ ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളം.